കേരളത്തിലെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളിൽ ഒന്നാണ് നവകേരള ബസ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ സംസ്ഥാന പര്യടനത്തിൽ സഞ്ചരിച്ച അതിസുരക്ഷാ സംവിധാനങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ബസ്സിനെ ആദ്യം ക്യാബിനറ്റ് ബസ്സെന്നും പിന്നീട് നവകേരള ബസ്സെന്നും ജനങ്ങൾ തന്നെ വിളിക്കുകയായിരുന്നു. 1,15,00,000 രൂപ ചെലവിട്ടായിരുന്നു നവകേരള യാത്രയ്ക്കായി ബസ് വാങ്ങിയത്. ഇത്രയധികം തുക ചിലവഴിച്ച് ബസ് വാങ്ങിയത് അന്നേ വലിയ ചർച്ചയായിരുന്നു. യാത്ര കഴിഞ്ഞ് മ്യൂസിയത്തിൽ വെച്ചാൽ പോലും കാണാൻ ആളുകൾ വരുമെന്നായിരുന്നു അന്ന് CPM നേതാക്കൾ പറഞ്ഞിരുന്നത്. നവകേരള യാത്രയ്ക്ക് പിന്നാലെയാണ് ബസ് KSRTCക്ക് കൈമാറിയത്. ഗരുഡ പ്രീമിയം ബസ്സായി കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസും ആരംഭിച്ചു. പുലർച്ചെ 4-ന് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന ബസ് കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മൈസൂരു എന്നിവിടങ്ങൾ വഴി 11:30-ന് ബംഗളൂരുവിൽ എത്തുന്ന രീതിയിലായിരുന്നു ബസ്സിൻ്റെ സമയക്രമം. ഉച്ചയ്ക്ക് 2:30-ന് ബംഗളൂരുവിൽ നിന്നും തിരിക്കുന്ന ബസ് രാത്രി 10 മണിക്ക് കോഴിക്കോട് തിരിച്ചെത്തുകയും ചെയ്യുമായിരുന്നു. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് ഒരാൾക്ക് 1,171 രൂപയാണ് ടിക്കറ്റ് നിരക്കായി ഈടാക്കിയിരുന്നത്. സെസ് അടക്കമാണ് ഈ തുക. ഇത്ര വലിയ തുക കൊടുത്ത് യാത്ര ചെയ്യാൻ ആളുകൾ തയ്യാറാകാതിരുന്നതോടെ സർവീസ് പ്രതിസന്ധിയിലാകുകയും ചെയ്തു. എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ 26 പുഷ്ബാക്ക് സീറ്റുകളാണുള്ളത്. ശുചിമുറി, ഹൈഡ്രോളിക് ലിഫ്റ്റ്, വാഷ് ബേസിൻ, ടെലിവിഷൻ, മ്യൂസിക് സിസ്റ്റം, മൊബൈൽ ചാർജർ സൗകര്യങ്ങൾക്കു പുറമെ ലഗേജും സൂക്ഷിക്കാനാകും. പല ദിവസങ്ങളിലും ഒരാൾ പോലും സീറ്റ് ബുക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ നവകേരള ബസ്സിൻ്റെ സർവീസ് മുടങ്ങിയിരുന്നു. ചില ദിവസങ്ങളിൽ നാമമാത്രമായ ആൾക്കാരുമായിട്ടായിരുന്നു സർവീസ് നടത്തിയിരുന്നത്. ഇതോടെ ബസ് സർവീസ് കനത്ത നഷ്ടമായി. തുടർന്ന് സർവീസ് അവസാനിപ്പിച്ച് ബസ് വർക്ക്ഷോപ്പിലേക്ക് മാറ്റുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി തന്നെയാണ് സർവീസ് നിർത്തിവച്ചിരിക്കുന്നതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിസംഘം സഞ്ചരിച്ച ബസ് കഴിഞ്ഞ മെയ് 5 തൊട്ടാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് തുടങ്ങിയത്. സർവീസ് ഉദ്ഘാടനം ചെയ്ത വേളയിൽ ബസ്സിൽ കയറാൻ ആളുകളുടെ തിരക്കായിരുന്നു. എന്നാൽ പിന്നീട് സ്ഥിതി മാറി. യാത്രക്കാർ ഈ സർവീസിനോട് മുഖം തിരിക്കുകയായിരുന്നു. നവകേരള യാത്രയ്ക്ക് ലക്ഷങ്ങൾ പൊടിച്ച് നിരത്തിലിറക്കിയ ബസ് നവകേരള യാത്രാ സമയത്തുള്ള നിറത്തിലോ ബോഡിയിലോ മാറ്റം വരുത്താതെയാണ് സർവീസ് ആരംഭിച്ചത്. എന്നാൽ നവകേരള യാത്രയിൽ മുഖ്യമന്ത്രിക്ക് ഇരിക്കാനൊരുക്കിയ ചെയർ മാറ്റി ഡബിൾ സീറ്റാക്കിയിരുന്നു.